കേട്ടില്ലേ? അച്ഛനെല്ലാം അറിഞ്ഞു. ഇവനാ എല്ലാത്തിനും കാരണം. അത് ഞാൻ ചെയ്തെന്നാ? നീയല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അത് ശരി, കൂട്ടിക്കൊണ്ട് വന്നതായപ്പോ കുറ്റം. അല്ലാതെ അതിരാവിലെ വിളിച്ചോണത്തി എവിടെ അച്ഛൻ കാണാത്തടത്തി കൊണ്ടുവന്ന് പറഞ്ഞല്ല. എവിടെയെങ്കിലും പോയി ഇരിക്കാന്ന് പറഞ്ഞാ ഈ കാട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് വരുന്നേ? ഇവിടെ വന്നപ്പോ ബ്യൂട്ടിഫുൾ ആണ്, റൊമാൻറ്റിക് ആണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ഓരോ കുഴപ്പങ്ങൾ കൊണ്ട് ചാടിച്ചിട്ട് കൈയൊഴിഞ്ഞാ മതിയല്ലോ. അത് ശരി, ആരാ കൈയൊഴിഞ്ഞ്? കണ്ടാന്ന് തന്നെ നല്ലൊരു പണിയൊന്നും കൈയൊഴിഞ്ഞ ആരാ? ഒന്നുമില്ല, ഞാൻ കൂടെ എന്നില്ലേ. ഓഹോ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാണല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. ഒന്നും മിണ്ടാതിരിക്കേ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അല്ല, ഈ ദ്വീപിൽ വരണമെന്ന് പറഞ്ഞ ആരാ എന്ന് പറഞ്ഞു ഇവിടെ മുതലുണ്ടെന്ന് എനിക്കറിയായിരുന്നോ? ഓ പിന്നെ, എനിക്കറിയായിരുന്നല്ലോ. അതെനിക്ക് എങ്ങനെ അറിയാം? നീ നിർത്തടാ. നിങ്ങൾക്ക് പ്രേമിക്കാരെന്തിനാ ഈ മരച്ചിലേക്ക് കെട്ടിയെടുത്തേ? നിങ്ങൾക്ക് വല്ല റൂം എടുക്കായിരുന്നില്ലടാ? അവിടെയും വരുമല്ലോ നിങ്ങൾ പിടിക്കാൻ. ഒരു കേറ്റിയല്ലേ? ബാക്കിയുള്ളവൻ ഭാര്യനും കുട്ടീനും കാണാൻ പറ്റുമെന്നുള്ള ടെൻഷനില്ല. അപ്പോഴാ അവൻ്റെ ഒക്കെ ഒരു മുടിഞ്ഞ പ്രേമം. ഇനി രണ്ടുപേരും ഇവിടെ നിന്ന് ചലച്ചാണ്ടല്ലോ, ഞാൻ. ഇപ്പൊ പ്രശ്നം മുഴുവൻ ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അതെ, അതിന് ഞാനാണ് തുടങ്ങിയത്. അതിന് നിനക്കെന്താ പ്രശ്നം? എന്റെ വീട്ടുകാരല്ലേ അറിഞ്ഞോളൂ. ഓ പിന്നെ, ഒരു വീട്ടുകാര് നാട്ടിലുള്ള സകലരും പറഞ്ഞു. ഇനി എങ്ങനെ ഞാൻ പുറത്തേക്ക് നടക്കും? ഓ, അല്ലെങ്കിൽ തന്നെ ഭയങ്കര അഭിമാനത്തോടെ തലയുയർത്തി നടക്കുമായിരുന്നല്ലോ. നല്ല അഭിമാനത്തോടെ തലയുയർത്തി തന്നെ നടന്നുകൊണ്ടിരുന്നേ. ഒരുമാതിരി വൃത്തിയുടെ തല ഓടിച്ചാണ്ടല്ലോ, ചവിട്ടി കയറി തരും ഞാൻ. നീ പോടാ, നീ പോടി, നീ പോടാ, പോടി, നീ പൊടുത്തടിയാ, നീ പോടി എരുമി. ഒന്ന് നിർത്തടാ, ഞാൻ മരച്ചില്ലേ കെട്ടി തൂങ്ങി ചാവും. താൻ എന്തെങ്കിലും കാണിക്കണോ? അയ്യോ, പെട്ടെന്ന് കയറി വാ. മുതലേ വരണേ, ഒന്ന് എണീക്കാൻ. ഹലോ സുരേഷ്, സുരേഷ്, ആ തോക്കെടുത്ത് അതിനെ വെടിവെക്കൂ. ഒന്ന് ഇറങ്ങി വേണോ, ഇതിനൊന്ന് വെടിവെച്ച് കൊല്ല്. ഒന്ന് ചെല്ല് വേഗം. ഒന്ന് ഇറങ്ങി വേണോ ഇങ്ങോട്ട്. എന്റെ പൊന്നെ, എടോ ഒന്ന് ഇറങ്ങി വരാൻ പെട്ടെന്ന്. ആ മുതലയുടെ വാക്കിനകത്തിരിക്കുന്ന ഉണക്കൊക്കെ പൊടിയുന്നതിന് മുമ്പ് അതിനെ വെടിവെക്കൂ. അല്ല, ഇനിയിപ്പോ എങ്ങനെ അവരെ ഇവിടേക്ക് കൊണ്ടുവരും? നോക്കാം, നമുക്ക് എത്തിക്കാം, നോക്കാം.